കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 യൂണിറ്റ് 1 ആദ്യത്തെ ലെസനായ ഹാഫ് എ ഡേ എന്ന പാഠത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യോ ക്ലാസ് റൂം അറ്റ് 2310. ഹാഫ് എ ഡേ, അര ദിവസം. ഈ ഷോർട്ട് സ്റ്റോറി, ഈ ചെറുകഥ എഴുതിയത് നഗ്യുബ് മഹ്ഫൂസ്. നമുക്ക് വായിക്കാം. ഐ പ്രൊസീഡഡ് അലോങ്സൈഡ് മൈ ഫാദർ, ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, running to keep up with his long strides. Clutching, മുറുകെ പിടിക്കുക. Long strides, നീണ്ട കാൽച്ചുവടുവെപ്പ്. To keep up, ഒപ്പം എത്തുവാൻ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ വലത് കരം മുറുകെ പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ ഒപ്പം എത്തുവാൻ ഞാൻ ഓടേണ്ടതായിട്ട് വന്നു. എന്താ അതിന് കാരണം? അതിൻ്റെ കാരണം അച്ഛൻ്റെ ലോങ് സ്ട്രൈഡ്സ്, നീണ്ട കാൽച്ചുവടുവെപ്പ്. All my clothes were new. The black shoes, the green school uniform and the red tarbush. അന്നേ ദിവസം ഞാൻ ഉടുത്തതെല്ലാം പുതിയതായിരുന്നു. അതായത് പച്ച സ്കൂൾ യൂണിഫോം, കറുപ്പ് ഷൂസ്, പിന്നെ ചുവപ്പ് തൊപ്പി. തൊപ്പിന്റെ പേരാണ് തർബൂഷ്. അതൊരു പ്രത്യേക തരം തൊപ്പിയാണത്. തർബൂഷ് എന്ന് പറഞ്ഞ് ആ ചുവപ്പ് തൊപ്പി കാണാൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് however was mixed, for this was no feast day but the day on which I was to be cast into school for the first time. Delight, സന്തോഷം. ഫീസ്റ്റ്, വിരുന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? എൻ്റെ പുതിയ ഉടുപ്പിൽ, അതായത് ഞാൻ പുതിയ യൂണിഫോം ധരിച്ചിട്ടുണ്ട്, പുതിയ ഷൂ ധരിച്ചിട്ടുണ്ട്, പുതിയ ക്യാപ്പ് ധരിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ സന്തോഷം അങ്ങോട്ട് മുഴുവനാവുന്നില്ല. കാരണം ഞാനൊരു ഫീസ്റ്റിനല്ല പോകുന്നത്, അതായത് ഒരു വിരുന്നിനല്ല പോകുന്നത്. ഞാൻ എൻ്റെ സ്കൂളിലേക്കുള്ള ആദ്യ ദിവസത്തെ യാത്രയിലാണ്. My mother stood at the window watching us, and I would turn towards her from time to time, appealing for help. ഇവിടെ അമ്മ ജനവാതിൽക്കൽ നിന്നുകൊണ്ട് ഞങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പമായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, അമ്മേനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നടന്നു പോകുന്തോറും. പക്ഷെ ഇവിടെ എന്താ പറയുന്നറിയോ? ടേൺ ടുവേർഡ്സ് ഹെർ ഫ്രം ടൈം ടു ടൈം, അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അതായത് ആ നോട്ടത്തിൽ എന്താ ഉള്ളത്? ഒരു അഭ്യർത്ഥന രൂപത്തിലുള്ള നോട്ടാണ്. അതായത് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുക, എനിക്ക് സ്കൂളിലേക്ക് പോകാൻ തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഒരു അഭ്യർത്ഥിക്കുന്ന ഒരു നോട്ടമായിരുന്നത്. We walked along a street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees and a few date palms. ഇവിടെ ഞങ്ങൾ നടന്നു പോകുന്ന തെരുവിൻ്റെ രണ്ട് സൈഡിലും തോട്ടങ്ങളായിരുന്നു, പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തേക്ക് വയലുകളായിരുന്നു, ഫീൽഡ്സ്, എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് എന്ന് പറയുന്നത്, വയലുകൾ. പിന്നെ ആ വയലിൻ്റെ കുറച്ച് ഇപ്പുറത്തൊക്കെ ആയിട്ട് പ്രിക്ലി പേഴ്സ്, അതായത് നമ്മളെ കള്ളിച്ചെടി, അതിൻ്റെ മേലെ ഉണ്ടാകുന്ന ഒരു കായാണ് ഈ പ്രിക്ലി പിയർ എന്ന് പറയുന്നത്. പിന്നെ ഹെന്ന മരം, ഹെന്ന ട്രീസ്, അതായത് മൈലാഞ്ചി മരങ്ങൾ. പിന്നെ ഫ്യൂ ഡേറ്റ് പാംസ്, പിന്നെ കുറച്ച് ഈത്തപ്പനകളും. നമ്മൾ വായിച്ച പ്രിക്ലി പിയേഴ്സ് എന്ന് പറയുന്നത് ഈ കായ തന്നെയാണ്. ഇത് കള്ളിച്ചെടിയിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് കായാണ്. ഞാൻ കണ്ടില്ലേ, മുറിച്ച് വെച്ചത് കാണാം. അങ്ങനെ ഭക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. വൈ സ്കൂൾ? ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. ഈ പോകുന്ന വഴിക്ക് ഞാൻ അച്ഛനോട് വളരെ ഓപ്പൺ ആയിട്ട് ചോദിച്ചു, ഫ്രാങ്ക് ആയിട്ട് അങ്ങ് ചോദിച്ചു, എന്തിനച്ഛാ എന്നെ ഈ സ്കൂളിൽ കൊണ്ടാക്കുന്നത്? അത് കൂടാതെ ഞാൻ ഒരു കാര്യം കൂടെ അച്ഛനോട് ഉറപ്പ് കൊടുത്തു. അതായത് ഞാൻ വീട്ടിലിരുന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അനോയ് യു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക. ഐ എം നോട്ട് പണിഷിംഗ് യു, എം ഐ? ഹി സെഡ് ലാഫിംഗ്. സ്കൂൾസ് നോട്ട് എ പണിഷ്മെന്റ്. ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? ഈ അച്ഛൻ കുട്ടീനോട് പറയാണ്, ഞാൻ നിന്നെ ശിക്ഷിക്കൊന്നല്ല, സ്കൂളിൽ കൊണ്ടാക്കുന്നത് ശിക്ഷിക്കാനല്ല. സ്കൂൾ ഒരു ഫാക്ടറി പോലെ, ഒരു വ്യവസായശാല പോലെയാണ്. അവിടെ കുട്ടികളെ വാർത്തെടുക്കും, കുട്ടികളെ നല്ലവരായിട്ട് വളർത്തും, രൂപപ്പെടുത്തിയെടുക്കും, നല്ല രീതിയിൽ വളർത്തും, നല്ല വ്യക്തികളായി വളരാൻ, നല്ല പൗരന്മാരായി വളരാൻ സഹായിക്കും. പല കാര്യങ്ങളും അവിടെ നിന്ന് പഠിക്കും. അപ്പോൾ നീയും അവിടെ പോയിട്ട് ഇതേപോലെ പഠിച്ചു വളരണം. അങ്ങനെ നിനക്ക് വളരാൻ ആഗ്രഹമില്ലേ? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തൃപ്തി ആയില്ല, ഒരു സംതൃപ്തിയില്ല. അതാണ് കൺവിൻഷൻ, സംതൃപ്തി, ഒരു സംതൃപ്തിയും വന്നില്ല. പിന്നെ ഈ സ്കൂളിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്ന്, നല്ല കാര്യമുണ്ടെന്നൊന്നും എനിക്കൊരു വിശ്വാസമില്ല. മാത്രമല്ല എൻ്റെ വീടിനോടുള്ള അടുപ്പം, അതായത് ഇൻറ്റിമസി, വീടിനോടുള്ള അടുപ്പത്തിൽ നിന്ന്
എന്നെ കീറി മാറ്റുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല അവിടെ കൊണ്ടുപോയിട്ട് ആ ബിൽഡിങ്ങിലേക്ക് എന്നെ എറിഞ്ഞ് കളയുന്നവർ കണ്ടോ, ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിലേക്ക് എന്നെ എറിയുന്നത് പോലെയാണ്, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ഗ്രിം. അപ്പോൾ ഈ സ്കൂൾ കണ്ടപ്പോൾ വളരെ സ്റ്റേൺ എന്ന് പറഞ്ഞാൽ പരുഷമായ, ഗ്രിം എന്ന് പറഞ്ഞാൽ കഠിനമായ, അപ്പോൾ വളരെ പരുഷവും കഠിനമായ ഉയർന്ന മതിലുകളുള്ള ഫോർട്രസ് കോട്ട, അതുപോലെയാണ് ഇവൻ ഈ സ്കൂൾ കണ്ടപ്പം തോന്നിയത്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ് we could see the courtyard vast and crammed full of boys and girls. Go in by yourself, said my father, and join them. Put a smile on your face and be a good example to others, won't you? അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ മുറ്റം കാണാമായിരുന്നു. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം. വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. വാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുത്, ക്രാംഡ് എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞിട്ട്. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ തിങ്ങി നിറഞ്ഞ് ആ മുറ്റം നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് എന്നോട് പറഞ്ഞ്, നീ അകത്തേക്ക് ഇനി നീ തന്നെ അങ്ങോട്ട് കടന്നു പോയിക്കോ, എന്നിട്ട് അവരുടെ കൂടെ ചേരുക. പിന്നെ ഒരു കാര്യം കൂടെ അച്ഛൻ പറഞ്ഞു, പുട്ട് എ സ്മൈൽ ഓൺ എ ഫേസ്, നീ ഒന്ന് ചിരിക്കുക, നിന്റെ വിഷാദമൊക്കെ ഒന്ന് മാറ്റ്, നീ ഒന്ന് ചിരിക്കുക. അപ്പം നിന്നെ കാണുമ്പോൾ നീ ഒരു നല്ല മാതൃകയായി മാറട്ടെ മറ്റു കുട്ടികൾക്ക്, നീ അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ ഉള്ളിലേക്ക് പറഞ്ഞയച്ചു. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്, ബട്ട് ഹി ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. ബി ബോൾഡ്, ഹി സെഡ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. You will find me waiting for you when it's time to leave. Hesitated, മടിച്ച് നിൽക്കുക. ക്ലങ് എന്ന് പറഞ്ഞാൽ പിടുത്തം വിടാതെ മുറുക്കി പിടിക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ മുറുക്കി പിടിച്ചു, മടിച്ചു നിന്നു, സ്കൂളിലേക്ക് പോയില്ല. പക്ഷേ അച്ഛൻ എന്ത് ചെയ്ത്, വളരെ പതുക്കെ എന്നെ തള്ളി സ്കൂളിൻ്റെ അകത്തേക്ക് ആക്കി. അതായത് ജെന്റ്ലി തള്ളുക, പതുക്കെ തള്ളി സ്കൂളിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് പറഞ്ഞ്, ബി ബോൾഡ്, ധൈര്യമായിരിക്കും, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഇന്നാണ് നിന്റെ ജീവിതം ആരംഭിക്കുന്നത്. സ്കൂള് വിടേണ്ട സമയമാകുമ്പോഴേക്കും ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കും. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്, then stopped and looked, but saw nothing. Then the faces of boys and girls came into view. I did not know a single of them. None of them knew me. I felt I was a stranger who had lost his way. But glances of curiosity were directed towards me, and a boy approached and asked, "Who bought you?" "My father," I whispered. "My father's dead," he said quite simply. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു. പിന്നെ അവിടെ നിന്നതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല. അതിനുശേഷം കുറച്ച് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മുഖം ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു. എനിക്ക് ആരെയും അറിയില്ലായിരുന്നു, അതുപോലെ അവർക്ക് ആർക്കും എന്നെയും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു വഴി തെറ്റിപ്പോയ അപരിചിതനെ പോലെ എനിക്ക് തോന്നി. പക്ഷേ അതിനുശേഷം വളരെ ആകാംക്ഷയോടുകൂടെ ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, "ഹൂ ബോട്ട് യു ഹിയർ?" ആരാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വിസ്പേർഡ്, എൻ്റെ അച്ഛൻ. പക്ഷെ ആ കുട്ടി വളരെ സിമ്പിളായിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഐ ഡിഡ് നോ വാട്ട് ടു സേ. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല ആ കുട്ടീനോട്. അങ്ങനെ ആ സമയത്ത് ഗേറ്റ് അടച്ചു. ഒരു വല്ലാത്തൊരു ശബ്ദത്തോട് ഗേറ്റ് അടഞ്ഞത്. അതായത് ഓയിലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ജാതി ശബ്ദം വരില്ല, അങ്ങനെയാണ് ആ ഗേറ്റ് അടഞ്ഞത്. ആ സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. പിന്നീട് ബെല്ലടിച്ച സമയത്ത് ഒരു സ്ത്രീ കുറച്ച് പുരുഷന്മാരെയും കൂട്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് അതിനുശേഷം ആ പുരുഷന്മാർ ഞങ്ങളെല്ലാം ഓരോ ഗ്രൂപ്പാക്കിയിട്ട് മാറ്റി. അപ്പോൾ വന്ന സ്ത്രീ എന്ത് പറഞ്ഞു? "ദിസ് ഈസ് യുവർ ന്യൂ ഹോം. ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന നോളജ്, അറിവ് ഇവിടെ ലഭിക്കും. ബെനിഫിഷ്യൽ, പ്രയോജനകരമായ പല കാര്യങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. എൻജോയബിൾ, നിങ്ങൾക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ കരച്ചിലൊക്കെ നിർത്തി മുഖം എല്ലാം തുടച്ച് ഒക്കെ റെഡി ആവുക. ഓക്കെ, അങ്ങനെ ആ സ്ത്രീ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ അറിയോ? വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ്. അതായത് ഫാക്ട് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ, സബ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. അപ്പോൾ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചു. ഈ അംഗീകരിക്കൽ ഞങ്ങൾക്കൊരു പ്രത്യേക സന്തോഷം നൽകി, സംതൃപ്തി നൽകി. അതാണ് കണ്ടന്റ്മെന്റ്, സംതൃപ്തി നൽകി. പിന്നെ പറയുന്നു, ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. അതായത് ജീവജാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കപ്പെടും. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആൻഡ് വേർ ടു ബി മൈ ഫ്രണ്ട്സ്. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്ന ആൺകുട്ടികളായിട്ട് ഞാൻ സൗഹൃദ ബന്ധമൊക്കെ സ്ഥാപിച്ചു. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്.
അങ്ങനെ ഞാൻ ചില പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവരോട് എനിക്ക് വളരെ സ്നേഹവും തോന്നി. അപ്പോൾ അവരെയൊക്കെ എൻ്റെ ഫ്രണ്ട്സാക്കി. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, അതായത് ദെൻ ഇറ്റ് സീം ടു ബി മൈ മിസ് ഗിവിങ്സ് ഹാഡ് നോ ബേസിസ്. അതായത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ സ്കൂളിനെ പറ്റി ചിന്തിച്ചതൊക്കെ ഒരു തെറ്റായ കാര്യമായിരുന്നു. ഈ പാരഗ്രാഫിൽ പറയുന്നു, ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം വൈവിധ്യം ഈ സ്കൂളിലുണ്ടാവുന്നു. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. ഞങ്ങൾ എല്ലാ തരം കളികളും കളിച്ചു. അതിൽ ഒന്ന് സ്വിംഗ് ആണ്, ഊഞ്ഞാലാണ്. രണ്ടാമത്തേത് ദ വോൾട്ടിംഗ് ഹോഴ്സ്. പിന്നെ ബോൾ ഗെയിംസ്. ബോൾ ഗെയിംസ് എന്ന് പറഞ്ഞാൽ പന്ത് കൊണ്ടുള്ള പല കളികൾ. ഇവിടെ ദ വോൾട്ടിംഗ് ഹോഴ്സ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ചിത്രം കാണിച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, ഒരു കുതിരനെ ഒരാൾ ഇവിടെ ഒരു കടിഞ്ഞാൽ പിടിച്ചിട്ട് ഇങ്ങനെ നടത്തുന്നുണ്ട്. ഇതൊരു ചെറിയ റൗണ്ടായിട്ടുള്ള സ്ഥലം, ചെറിയ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഈ കുതിര ഇങ്ങനെ ചെറിയ സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ മേലെന്ന് ഇങ്ങനെ അക്രോബാറ്റിക്സ്, ജിംനാസ്റ്റിക്സ് കളിക്കും. ഇതേപോലുള്ള ഇതിലും കളിക്കും, സ്റ്റാൻഡുമാരി ഇതിനും പറയുക വോൾട്ടിംഗ് ഹോഴ്സ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ജിംനേഷ്യം കളിക്കുന്ന കാര്യമാണ് അവിടെ നമ്മളെ ടെക്സ്റ്റിൽ വിവരിക്കുന്നത്. ഓക്കെ, ഇൻ ദ മ്യൂസിക് റൂം വി ചാന്റഡ് എ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ പോയി ഞങ്ങൾ പാട്ട് പഠിച്ചു. വി ഓൾസോ ഹാഡ് എ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഭാഷകളെല്ലാം പഠിച്ചു തുടങ്ങി. വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത് വിച്ച് റിവോൾഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്. അവിടെ ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു, ഭൂമിയുടെ ഗ്ലോബ്. അത് ഭൂമി കറങ്ങുന്ന പോലെ തന്നെ കറങ്ങുമായിരുന്നു. അതിൽ ഞങ്ങളുടെ ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. ഞങ്ങൾ എണ്ണാൻ പഠിച്ചു, അക്കങ്ങളൊക്കെ പഠിച്ചു. വി ഏറ്റ് ഡെലിഷ്യസ് ഫുഡ്. നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഉറങ്ങി. ആ കുറച്ച് നേരത്തേക്ക് ഉറങ്ങുന്നതിനാണ് നാപ്പ് എന്ന് പറയും. ആൻഡ് വോക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. പിന്നെ ഉണർന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരുമായിട്ട് സൗഹൃദത്തിലും സ്നേഹിച്ചും കളിച്ചും പഠിച്ചും അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫിൽ നമുക്ക് നോക്കാം. As our path relieved itself to us, however, we did not find it as totally sweet and unclouded. ഇവിടെ റിവീൽഡ് എന്നൊരു വാക്കുണ്ട്, അതിൻ്റെ അർത്ഥം വെളിപ്പെട്ട് വരിക. പിന്നെ സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്, അതായത് വളരെ ഈസി ആയിട്ടുള്ള എന്നർത്ഥം ഇവിടെ സ്വീറ്റ് എന്ന്. പിന്നെ അൺക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മീനിങ് അൺക്ലൗഡഡ് മീൻസ് മേഘങ്ങളില്ലാത്ത എന്നർത്ഥം. അപ്പം മേഘങ്ങളില്ലാത്ത ആകാശം വളരെ ക്ലിയർ ആയിരിക്കുമല്ലോ, നല്ലതായിരിക്കുമല്ലോ. അതുപോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ ഈ ലൈനിൽ പറയുന്നത് പോകെ പോകെ, അതായത് ദിവസങ്ങൾ കടന്നു പോയപ്പോൾ കുട്ടികൾക്ക് എന്ത് മനസ്സിലാവാൻ തുടങ്ങി, കാര്യങ്ങളൊക്കെ ഇവർ ആദ്യം വിചാരിച്ചതുപോലെ അത്ര ഈസിയും അത്ര നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല ഈ സ്കൂളിലുള്ളത് എന്ന് ഇവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഡസ്റ്റ് ലാഡൻ വിൻഡ്സ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ സഡൻലി. അപ്പോൾ ഇവിടെ ഡസ്റ്റ് ലാഡൻ വിൻഡ്സ് എന്ന് പറയുന്നത് അതായത് പൊടിക്കാറ്റ്, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് പ്രതീക്ഷിക്കാത്തുള്ള അപകടങ്ങൾ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻ്റ്. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചും പിന്നെ വളരെ ക്ഷമയോടും കൂടെ ഇരുന്നു. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിംഗ് അറൗണ്ട്. വെറും കളിതമാശ ആയിരുന്നില്ല. റൈവറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ് ഓർ ഗിവ് റൈറ്റ്സ് ടു ഫൈറ്റിംഗ്. അതായത് ഈ മത്സരങ്ങൾ, ലൈബ്രറീസ് എന്ന് പറഞ്ഞ മത്സരങ്ങൾ വേദനയ്ക്കും വെറുപ്പിനും വഴക്കിനൊക്കെ വഴി തെളിയിച്ചു. ആൻഡ് വൈൽ ദ വുമൻ വുഡ് സംടൈംസ് സ്മൈൽ ഷീ വുഡ് ഓഫൺ സ്കൗൾ ആൻഡ് സ്കോൾഡ്. ഇവിടെ സ്കൗൾ എന്നൊരു വാക്ക്, അതിന് മുഖം കനപ്പിക്കുക, സ്കോൾഡ് ശകാരിക്കുക, ചീത്ത പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, വൈൽ ദ വുമൻ വുഡ് സംടൈംസ് സ്മൈൽ, ചിലപ്പോഴൊക്കെ അവർ ചിരിച്ചു കാണിക്കും, പക്ഷെ മിക്കപ്പോഴും അവർ ഈ മുഖം കനിപ്പിച്ചും ഞങ്ങളെ ശകാരിച്ചും ചീത്ത പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. ഫിസിക്കൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ശരീരത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ ശിക്ഷിക്കുക, അടിക്കുക ഒക്കെ ചെയ്യുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആ സ്ത്രീ അടിക്കും ഒക്കെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. The bell rang announcing the passing of the day and the end of work. The throngs of children rushed towards the gate, which was opened again. I bid farewell to friends and sweethearts and passed through the gate. I peered around but found no trace of my father who had promised to be there. ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത്, The bell rang announcing the passing of the day and the end of the work. അപ്പോൾ ഇവിടെ ആ ദിവസം കഴിഞ്ഞു, ജോലികളെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ആ ബെല്ല് എന്ന് അറിയിക്കുന്ന ആ ബെല്ലടിച്ചു. The throngs of children rushed towards the gate which was opened again. അങ്ങനെ വൈകുന്നേരമായപ്പം ആ ഗേറ്റ് വീണ്ടും തുറന്നു. കുട്ടികൾ കൂട്ടത്തോടെ തിരക്കോടുകൂടെ ആ പുറത്തേക്ക് കടക്കാനായിട്ട് ഗേറ്റിലേക്ക് ഓടി. അപ്പോൾ ത്രോങ്സ് എന്നൊരു വാക്കുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം കൂട്ടം. I bid farewell to friends and sweethearts and passed through the gate. അങ്ങനെ എൻ്റെ ബോയ് ഫ്രണ്ട്സിനോടും ഗേൾ ഫ്രണ്ട്സിനോടൊക്കെ ബായ് പറഞ്ഞിട്ട് ഗേറ്റിന് പുറത്തേക്ക് കടന്നു.
I peered around but found no trace of my father who had promised to be there. അങ്ങനെ സ്കൂൾ വിടാൻ നേരത്ത് ഗേറ്റിൻ്റെ അവിടെ ഉണ്ടാവും എന്ന് സത്യം ചെയ്ത എന്ന് വാക്ക് തന്ന അച്ഛനെ ഞാൻ അവിടെയൊക്കെ നോക്കി. പീഡ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കി, പക്ഷേ കണ്ടില്ല. ഐ സ്റ്റെപ്ഡ് അസൈഡ് ടു വെയിറ്റ്. അങ്ങനെ അച്ഛനെ കാണാത്തതുകൊണ്ട് ഞാൻ ഗേറ്റിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്ന് അവിടെ കാത്തു നിൽക്കാൻ തുടങ്ങി. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് എ വെയിൽ. എ വെയിൽ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാതെ. അങ്ങനെ കാത്തു നിൽപ്പിന് ഒരു പ്രയോജനം ഉണ്ടായില്ല. കുറേ നേരം നിന്നു. ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. അങ്ങനെ ഞാൻ എന്ന് തീരുമാനിച്ചു, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ് എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. അങ്ങനെ ഞാൻ നടക്കാൻ തുടങ്ങി. കുറച്ച് സ്റ്റെപ്സ് അങ്ങനെ ഞാൻ നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു മധ്യവയസ്കൻ എന്നെ കടന്നു വന്നു. ആ സമയത്ത് ഞാൻ അയാളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇദ്ദേഹത്തെ എനിക്ക് അറിയാലോ. ഹി കെയിം ടുവേർഡ്സ് മീ സ്മൈലിംഗ് ആൻഡ് ഷുക്ക് മീ ബൈ ഹാൻഡ്. ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹം എൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് കുലുക്കി. അതായത് എനിക്കൊരു ഷേക്ക് ഹാൻഡ് തന്നു. എന്നിട്ട് എന്താ പറഞ്ഞ്, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. നമ്മൾ കണ്ടിട്ട് കുറേ കാലങ്ങളായല്ലോ. ഹൗ ആർ യു? നിങ്ങൾക്ക് സുഖമാണോ? വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് I agreed with him and in turn asked, and you, how are you? അപ്പം അദ്ദേഹം എന്നോട് സുഖമാണോ എന്ന് ചോദിച്ചില്ലേ. അപ്പം അതേ എന്ന രീതിയിൽ അതേ എന്ന ഉത്തരം പറയാനായിട്ട് ഞാൻ എൻ്റെ തല കുലുക്കി. നോഡ് എന്ന് പറഞ്ഞാൽ തല കുലുക്കുക. അങ്ങനെ ഞാൻ എനിക്ക് സുഖമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് സുഖമാണോ? ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ എല്ലാം അത്ര നല്ലതൊന്നുമല്ല. സർവശക്തന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പാരഗ്രാഫിൽ പറയുന്നത്, എഗെയിൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെന്റ് ഓഫ്. വീണ്ടും അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് കുലുക്കി. അതായത് ഷെയ്ക്ക് ഹാൻഡ് വീണ്ടും തന്നിട്ട് കടന്നുപോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ വീണ്ടും കുറച്ച് മുന്നോട്ട് നടന്നു. ദെൻ കെയിം ടു എ സ്റ്റാർലറ്റ് ഹോൾട്ട്. സ്റ്റാർലറ്റ് ഹോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു അമ്പരപ്പോടുകൂടെ ഒരു ഭയപാടോടുകൂടെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ അങ്ങോട്ട് അമ്പരന്ന് നിന്നുപോയി. ഗുഡ് ഗോഡ്, ഓ ദൈവമേ, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ഇവിടെ രണ്ട് സൈഡിലും ഗാർഡൻസ് ആയിരുന്നു, തോട്ടങ്ങളായിരുന്നു ഈ സ്ട്രീറ്റിൽ, ഈ തെരുവിൽ. അതൊക്കെ എവിടെ പോയി? വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു? എവിടേക്കാണ് അത് അപ്രത്യക്ഷമായത്? വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾ ഇൻവേഡ് ഇറ്റ്? അതായത് എപ്പോഴാണ് ഈ വാഹനങ്ങളൊക്കെ ഈ തെരുവിനെ കീഴടക്കിയത്? ഇൻവേഡ് എന്ന് പറഞ്ഞാൽ കീഴടക്കുക. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫസ്? എപ്പോഴാണ് ഈ മനുഷ്യക്കൂട്ടങ്ങൾ ഇവിടെ ജീവിച്ചു തുടങ്ങിയത്? ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യക്കൂട്ടങ്ങൾ. ഓക്കെ, ഹോർഡ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ. ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്? ഹിൽസ് ഓഫ് റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ മാലിന്യ കൂമ്പാരങ്ങൾ. അപ്പോൾ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ മാലിന്യ കൂമ്പാരങ്ങളൊക്കെ ഈ രണ്ട് സൈഡിലും നിറഞ്ഞത്? ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്? ഇവിടെ രണ്ട് സൈഡിലും ഉണ്ടായിരുന്ന വലിയ വയലുകൾ അതൊക്കെ എവിടെ പോയി? ഈ പാരഗ്രാഫിൽ പറയുന്നു, ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൻ ഓവർ. ഈ സ്ട്രീറ്റിന് രണ്ട് സൈഡും വളരെ ഉയരമുള്ള ബിൽഡിങ്സ് ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഗാർഡനൊക്കെ പോയി. ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സ് ഷുക്ക് ദ എയർ. ആ സ്ട്രീറ്റ് ആണെങ്കിൽ സർജ്ഡ് വിത്ത് ചിൽഡ്രൻ, തിങ്ങി നിറയുക, കുട്ടികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. പിന്നെ ഡിസ്റ്റർബിംഗ് നോയ്സ് ഷുക്ക് ദ എയർ, അവിടെ ശബ്ദം ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു, സഹിക്കാനാവാത്തതായിരുന്നു ശബ്ദം, എന്ത് ഹോണടിക്കുന്ന ശബ്ദം. അതുകൊണ്ട് ആ അന്തരീക്ഷമാകെ വിറച്ചു എന്നാണ് പറയുന്നത്. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ് വിത്ത് ക്ലൗൺസ് ആൻഡ് വെയിറ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. പിന്നീട് അവിടെ സംഭവിക്കുന്നത് എന്താ? ഒരു സർക്കസിന്റെ ഉദ്ഘാടനം അനൗൺസ് ചെയ്യാണ്, വിളംബരം ചെയ്തുകൊണ്ടിരിക്കുക ഒരു വാനിൽ. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ അതിൽ ആ സർക്കസിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന ക്ലൗൺസ്, ജോക്കർമാർ ആൻഡ് വെയിറ്റ് ലിഫ്റ്റേഴ്സ്, വെയിറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ നടന്നു നീങ്ങുന്നുണ്ട്. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾഡ് മെജസ്റ്റിക്കലി ബൈ. അപ്പോൾ ഇവിടെ പറയുന്നത് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ്, സുരക്ഷാ സേനയുടെ ആൾക്കാരെ വഹിച്ചുകൊണ്ട് ഒരു ലൈൻ ഓഫ് ട്രക്സ്, ഒരു ട്രക്സ്, കുറേ ട്രക്സ് വരിയായിട്ട് ക്രോൾഡ് മെജസ്റ്റിക്കലി ബൈ എന്ന് പറയുന്നത്. ക്രോൾഡ് എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ നീങ്ങുക. അതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് കൊണ്ടായിരിക്കും പതുക്കെ അങ്ങനെ പ്രൗഢിയോടുകൂടെ നീങ്ങിക്കൊണ്ടിരിക്കുക. ദ സൈറൻ ഓഫ് എ ഫയർ എഞ്ചിൻ ഷ്രീക്ഡ് ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. ഇവിടെ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ എന്ന് പറയുന്നത്, അതായത് ഈ ഫയർ എഞ്ചിൻ എങ്ങനെയാണ് ഈ വാഹന തിരക്കിലൂടെ വഴി കണ്ടെത്തുക അല്ലെ വഴി കിട്ടുക, അതാണ് പറയുന്നത്. അതായത് ഈ സൈറൻ അടിച്ചുകൊണ്ട് വരുന്ന ഫയർ എഞ്ചിന് ഈ വാഹന തിരക്കിലൂടെ കടന്നിട്ട് എങ്ങനെയാണ് ഈ ബ്ലേസിംഗ് ഫയർ, അതായത് ഈ തീപിടുത്തം നടന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയാണ്. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ, അത് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. എ ബാറ്റിൽ റേജ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ. അതായത് ഒരു ടാക്സി ഡ്രൈവറും അതിലെ യാത്രക്കാരനും കൂടെ ഭയങ്കര വഴക്കായി. ബാറ്റിൽ റേജ്ഡ്, ഭയങ്കര വഴക്കായി.
while the passenger's wife called out for help and no one answered. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ആ പാസഞ്ചറിൻ്റെ ഭാര്യ വഴി പോകുന്നവരോട് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് ഈ വഴക്കിൽ നിന്ന് ഒന്ന് ഇടപെട്ട് ഒന്ന് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നോ വൺ ആൻസർഡ്, ആരും തിരിഞ്ഞു നോക്കിയില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്, മൈ ഹെഡ് സ്പൺ, ഐ ഓൾമോസ്റ്റ് വെന്റ് ക്രേസി. ഓ ദൈവമേ, എനിക്ക് മയക്കം വരുന്നുണ്ട്, ഓക്കെ, എൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നുന്നു, എനിക്ക് ഏകദേശം ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥയായി മാറി. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്? അതിരാവിലെ മുതൽ സൂര്യാസ്തമയം വരെയുള്ള അര ദിവസം സമയം കൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കും? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ, ബട്ട് വേർ വാസ് മൈ ഹോം? ഇതിനുള്ള ഉത്തരം ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛനോട് ചോദിക്കും, പക്ഷേ എൻ്റെ വീട് എവിടെയായിരുന്നു? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോർഡ്സ് ഓഫ് പീപ്പിൾ. ജനക്കൂട്ടത്തെയും ഉയരമുള്ള ബിൽഡിങ്ങുകളും മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഐ ഹേസ്റ്റൻഡ് ഓൺ ടു ദ ക്രോസ് റോഡ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബൂക്കോട. അപ്പം അബൂക്കോട എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റ്, ഗാർഡൻസ് തോട്ടങ്ങൾ. അപ്പോൾ ഈ അബൂക്കോട എന്ന് പറഞ്ഞ സ്ട്രീറ്റിൻ്റെയും ഗാർഡൻ്റെയും ഇടയിൽ കൂടെ ഒരു ക്രോസ് റോഡ് ഉണ്ട്. ആ ക്രോസ് റോഡ് കൂടെ ഞാൻ വളരെ തിടുക്കത്തിൽ നടന്നു. ഹേസ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ നടക്കുക. ഐ ഹാഡ് ടു ക്രോസ് അബൂക്കോട ടു റീച്ച് മൈ ഹൗസ്. എൻ്റെ വീടെത്തണമെങ്കിൽ ഈ അബൂക്കോട എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ക്രോസ് ചെയ്യണം. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് മീ അപ്പ്. പക്ഷേ ഈ നിരനിരയായി പോകുന്ന കാറുണ്ടല്ലോ, കാറുകൾ, അതെന്നെ ക്രോസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ അടുത്ത സെൻറ്റൻസ് എന്താ പറയുന്നത്? ദ ഫയർ എൻജിൻ സൈറൻ വാസ് ഷീക്കിംഗ് അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് ആസ് സ്നെയിൽ സ്പേസ്. ഈ സ്നെയിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ, സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ച്, പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ്. അപ്പം ഒച്ച് എഴഞ്ഞ് നീങ്ങുന്ന പോലെ ഫയർ എൻജിൻ വളരെ ശബ്ദത്തിൽ സൈറൻ മുഴക്കിക്കൊണ്ട് അങ്ങനെ നീങ്ങുകയാണ്. ആൻഡ് ഐ സെറ്റ് ടു മൈ സെൽഫ്, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. അപ്പോൾ ഞാൻ എന്നോടായിട്ട് പറഞ്ഞു, ഈ ഫയർ എൻജിൻ അവിടെ എത്തുമ്പോഴത്തേക്കും തീ അതിൻ്റെതായ സമയമെടുത്ത് ആസ്വദിച്ച് അവിടെ എല്ലാം കത്തിത്തീരും. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. വല്ലാതെ അസ്വസ്ഥതയോടുകൂടെ ഞാൻ ചിന്തിച്ചു, എനിക്ക് എപ്പോഴാണ് ഈ സ്ട്രീറ്റ് ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറം കിടക്കാൻ സാധിക്കുക. ഐ സ്റ്റുഡ് ദേർ എ ലോങ് ടൈം until the young lad employed at the ironing shop on the corner came up to me. ആ തെരുവിലെ മൂലക്കൊരു ഇസ്തിരി കട ഉണ്ടായിരുന്നു. ആ ഇസ്തിരി കടയിലെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് വരെ കുറേ നേരത്തേക്ക് ഞാൻ അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു. He stretched out his arms and said gallantly, "Grandpa, let me take you across." ഗാലന്റ്ലി പറഞ്ഞാൽ ധൈര്യപൂർവ്വം. അപ്പം ആ വന്ന പയ്യൻ വളരെ ധൈര്യത്തോടുകൂടെ അപ്പാപ്പൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ സ്ട്രീറ്റിൻ്റെ അങ്ങേ ഭാഗത്തേക്ക് ക്രോസ് ചെയ്യാൻ സഹായിക്കാം. ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, ഹാഫ് എ ഡേ എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ, യുവർ ക്ലാസ് റൂം at 2310.